പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നാൽ, സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ വന്നാൽ, കണ്ണുനീർ തോരാതെ രാപ്പകലുകളിൽ ഉറക്കം വിശ്രമവുമില്ലാതെ നിങ്ങൾ മനസ്സ് വേദനിച്ചു കഴിയുമ്പോൾ ഓർക്കണേ, ഇദബ്തുലീത ഫസിഖ് ബില്ലാഹി വറദ ബിഹി ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാ ഹുവല്ലാഹു ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാ. നിങ്ങളുടെ കൽബുകളിൽ നിന്ന് സങ്കടത്തിന്റെ കാർമേഘങ്ങളെ അഴിച്ചുമാറ്റാനും തട്ടിമാറ്റാനും എടുത്തു കളയാനും കഴിയുന്ന അല്ലദീ യക്ഷിഫുൽ ബൽവാ, പ്രയാസങ്ങൾക്ക് ആ പ്രയാസങ്ങളെ നീക്കിത്തരാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രതീക്ഷ വെക്കുന്നത് ഹുവല്ലാഹു, നമ്മുടെ റഹ്മാനായ അല്ലാഹു അല്ലേ. അതുകൊണ്ട് വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദിൻ ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദിൻ. അതുകൊണ്ട് നിന്റെ തവക്കുൽ അല്ലാഹുവിലേക്കാവട്ടെ. തവക്കുല് അല്ലാഹുവിലേക്കാണ്, ജനങ്ങളിലേക്കല്ല, ഭരണാധികാരികളിലേക്കല്ല. നിങ്ങളുടെ അന്നവും വെള്ളവും ഉറക്കവും ഉണർച്ചയും പ്രപഞ്ചത്തിന്റെ എല്ലാം നിയന്ത്രിക്കുന്നവനായ സർവേശ്വരനായ അല്ലാഹുവാണ്. ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് പ്രയാസമാണുള്ളത്, എന്ത് പ്രയാസമാണുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് മൊത്തത്തിൽ ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞു. നമുക്കൊക്കെ വിഷമങ്ങൾ വരും, കണ്ണുനീരുകൾ ഇടതടവില്ലാതെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന നേരങ്ങളുണ്ടാകും. കണ്ണിലല്ലെങ്കിലും മനസ്സിനുള്ളിൽ കണ്ണുനീരുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, കണ്ണുനീർ തുടക്കുന്നവരുണ്ട്. നമ്മുടെ മജ്‌ലിസിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ പരിചയങ്ങളിലില്ലേ. യാ അയ്യുഹന്നാസ്, ഈ ഉമ്മത്തിന്റെ നേതാവ് ഉമ്മത്തികളെ അഭിസംബോധന ചെയ്യുകയാണ്. ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമില്ലാത്ത വിധം, ഒരാശ്വസപ്പെടുത്തേണ്ട വാക്കുകൾ ഇനി ഒരാളിൽ നിന്നും കേൾക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാൻ ഒരാശയം കൈമാറിയിട്ടാണ് ലോകത്ത് നിന്ന് പോയത്. അത് ദുഃഖങ്ങളിൽ കൂടെ നിർത്താനുള്ള ഓർമ്മയാണ്, അത് സങ്കടങ്ങളിൽ ചേർത്ത് വെക്കാനുള്ള ചില ചിന്തകളാണ്. മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹ് സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. മുത്തുനബി തങ്ങൾ വിളിക്കുന്ന ആ വാക്ക് ഈമാനിന്റെ ഉമ്മത്തുൽ ഇജാബയാണ്. ഹബീബായ നബി തങ്ങൾക്ക് ഉത്തരം കൊടുത്ത മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അയ്യുമാ അഹദിൻ മിനന്നാസ് ഉസീബ ബിമുസീബത്തിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ, ആ വിപത്ത് ഒരു പക്ഷേ ഒരു ആക്സിഡന്റ് വഴിയാവാം, നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെയാകാം, ഉണ്ടായിരുന്നത് നഷ്ടപ്പെടലായി മാറാം, കിട്ടിയിരുന്നത് കുറഞ്ഞു പോകലാകാം, അല്ലാഹു തുറന്നു വെച്ച വഴി നമുക്ക് മുമ്പിൽ അടഞ്ഞു പോകലാകാം, കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നതാകാം, നിങ്ങൾ ചെയ്തു പോയ നന്മകൾക്ക് ഒരു തിരിച്ച് നന്ദിക്ക് പകരം ചീത്ത പറച്ചിലുകളാകാം നിങ്ങൾ കേൾക്കുന്നത്. അതൊക്കെ വേദനകളാണ്. അയ്യുമാ നിങ്ങളുടെ വീടുകളിൽ മരണപ്പെടുന്നതടക്കമാകാം. ഏത് മുസീബത്ത് നിങ്ങൾക്ക് വന്നാലും നിങ്ങളുടെ നബിയായ ഞാൻ, പുണ്യനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബിയായ ഞാൻ, നിങ്ങളുടെ റസൂലായ ഞാൻ, നിങ്ങളുടെ ഖായിദാണ്. നിങ്ങൾക്ക് വേണ്ടി മഹ്ശറയിലേക്ക് ഞാൻ, മഹ്ശറയുടെ അരികത്തപ്പുറത്ത് ഹൗദുൽ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ഞാൻ പോവുകയാണ്. അന ഫറതുകും ഇൻദൽ ഹൗദ്. ലോകത്തോട് യാത്ര പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വാക്കാണിത്. ഞാൻ പോവുകയാണ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ പോവുകയാണ് എന്തിനെന്നറിയുമോ? അന ഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ
മരിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഉമ്മത്തിനോട് യാത്ര പറഞ്ഞ നബിയാണത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടായ പ്രയാസം നിങ്ങൾ ഓർക്കേണമേ. എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തോളമല്ലല്ലോ നിങ്ങളുടെ മക്കൾ മരിക്കുന്നതോ മാതാപിതാക്കൾ മരിച്ചു പോകുന്നതോ. എന്റെ മരണത്തോളമുള്ള മുസീബത്തല്ലല്ലോ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതോ വരുമാനമില്ലാതെയാവുന്നതോ. എന്റെ മരണം കൊണ്ട് ഈ ഉമ്മത്തിനുണ്ടാകുന്ന നഷ്ടം പോലെയല്ലല്ലോ രോഗം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണം. എല്ലാ പരീക്ഷണങ്ങളും എന്റെ മരണം, എന്റെ വഫാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര നിസ്സാരമാണ്, എത്ര നിസ്സാരമാണ്. ഒരു ഹദീസിനെ നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. റബീഉൽ അവ്വലിലൊക്കെ നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ള ഹദീസാണ്, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നല്ലേ ഹദീസിനർത്ഥം. നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മറ്റു എല്ലാ ജനങ്ങളെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നാ പറഞ്ഞത്. ആ ഒരു ഹദീസിന് ഒരു മറുവശം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മുസീബത്ത് വന്നാലും എന്റെ റസൂലിനെ കൊണ്ടുള്ള മുസീബത്തോളം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വിഷമങ്ങളിൽ ഏറ്റവും വലിയ വിഷമം ഹബീബിന്റെ മരണമാവണം. നിങ്ങളുടെ സ്നേഹത്തിൽ ഏറ്റവും വലിയ സ്നേഹം ഹബീബിന് കൊടുക്കുന്ന സ്നേഹമാകണം. അതുകൊണ്ട് എന്ത് വിഷമം വന്നാലും എന്റെ ഹബീബിനോളമില്ലല്ലോ അത്. ഉളിമത്തിൽ മദീന ഹീന തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യൗമാനി ലൻ അൻസാഹുമാ, എനിക്ക് മറക്കാൻ കഴിയാത്ത 2 ദിവസങ്ങളുണ്ട്. ഒന്ന്, യൗമുൻ ദഖലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, ഹിജ്റ കഴിഞ്ഞ് നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസമാണ് ഒന്ന്. രണ്ടാമത്തേത് വയൗമ തുവഫിയ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ ദിവസവും ഹബീബായ നബി തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന ദിവസവും ഇത് രണ്ടും എനിക്ക് മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണെന്ന് സ്വഹാബിമാരിൽ മുഅമ്മറായിരുന്ന സ്വഹാബിയാണ്. ഒരുപാട് കാലം 90 വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാൻ പറയുകയാണ്, ഉദ്ലിമത്തിൽ മദീന, വിശുദ്ധമായ മദീനക്ക് ഇരുട്ടായിരുന്നു ഹബീബ് വഫാത്തായ ദിവസം.